ഗൗരിയെ ഇവരെ പിടിച്ച് തള്ളി. എന്റെ കുഞ്ഞു പോയി ചേച്ചി. ഞാനൊന്നും ചെയ്തതല്ല. അവള് ഇനി കള്ളം കൂടെ പറഞ്ഞ് ഇവിടെ വെച്ച് തീർക്കുന്ന മുരളി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആശുപത്രി കിടക്കുന്ന ഗൗരിയോട് ഞാൻ എന്താ പറയണ്ടേ? കണ്ടോ, കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ടോ? ഒരു കൊലപാതകം നടത്തിയിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? ഇവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും? കരയും, കാല് പിടിക്കും, പറ്റിപ്പോയതിന് പശ്ചാത്തപിക്കും. പക്ഷെ ഇവരുടെ ഈ നിൽപ്പ് കണ്ടോ? പാറ പോലെ. മുരളി, മതി. എനിക്കൊരബദ്ധം പറ്റി. അവള് വീഴോന്ന് കരുതിയിട്ടല്ല ഞാൻ. വേണ്ട, കൂടുതൽ വിശദീകരിക്കരുത് എന്റെ അടുത്ത്. മതിയാക്കും. ഈ വീട്ടിലുള്ള എല്ലാവരും പ്രഭാവതി എന്ന പേര് കേട്ട പേടിക്കും. എന്റെ അമ്മ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ ജോലിക്കാരിയാ. പക്ഷേ എന്നെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവന. പ്രഭാവതിയുടെ കൽപ്പനയ്ക്കനുസരിച്ച് തുള്ളുന്നവരല്ല എല്ലാവരും. നിങ്ങളിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് നന്ദന്റെ അമ്മയായോണ്ട് മാത്രമാ. അല്ലെങ്കിൽ അവിടെ എന്റെ കുഞ്ഞിനെ മൂടുമ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു കുഴി എടുക്കേണ്ടി വന്നേ. മുരളി, വീണ്ടിപ്പോരുത്. നിങ്ങളൊരു യക്ഷിയ, മനുഷ്യന്റെ ചോര കുടിക്കുന്ന യക്ഷി. മുരളി, നിന്റെ ചേച്ചിയല്ലേ പറയുന്നത്? സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാനാ ഞാൻ? എന്തൊക്കെ സ്വപ്നം കണ്ടതാ ചേച്ചി? കുഞ്ഞിന്റെ പേര്, ഇടേണ്ട വസ്ത്രം, പഠിക്കേണ്ട സ്കൂള് ഒക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാ. പോയില്ലേ? എല്ലാം പോയില്ലേ?